ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടോ കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പം ഇതൊന്ന് രാവിലെ അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടി ഇങ്ങനെ റോട്ടും കൂടെ എടുത്ത് കൊണ്ടുപോകണണ്ടപ്പോളേ വിളിച്ചതാട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ജൂലിയായിട്ട് കോര തുടങ്ങി. അപ്പം ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് കേട്ടാ. അപ്പം അതിനെ കുട്ടുമോനും ഒക്കെ ഒന്ന് വന്ന് എത്തിച്ചു നോക്കിയിട്ടൊക്കെ ഓടിയിട്ട് എല്ലാവരും. നല്ല ഒരു ചെകേര ദശയുള്ളൂ, തൊപ്പയാണ് കേട്ടാ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം നമ്മൾ അടുക്കളയിലത്തെയും പുറത്തൊക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പം ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടാ, ഇവിടെ അടുത്ത വീട്ടിൽ തന്നെയാണ്. അപ്പം അതിന് എല്ലാവരും പോകുന്നുണ്ട് ഉച്ചയ്ക്ക്. മുസ്ലിം കല്യാണമാണ് കേട്ടാ. അപ്പം നമ്മൾ ഇന്ന് രാവിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പം ഒന്ന് തമ്പിട്ടിട്ട് തന്നെയാണ് അണിയിച്ച് വന്നതൊക്കെ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്കൊക്കെ വരുമ്പോൾ തന്നെ ഒരു 7:45 ആർക്കണം കേട്ടാ. അപ്പം ഇന്ന് അരച്ച ദോശയാണ്, പൊടികളൊക്കെ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പം ഇന്നലെ ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അരി. അപ്പോൾ അതൊക്കെ അരച്ച് കുറച്ച് നാളികേരമൊക്കെ കൂട്ടി അരച്ചിട്ട് അങ്ങനെ ദോശ പാരുകയാണ്. അപ്പോൾ ചട്ടിയിലാണ് കേട്ടോ, അടുപ്പത്ത് തന്നെ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഗ്യാസുമ്മേ. അപ്പം ഞാനിങ്ങനെ ഈ പബ്ലിക് കേരളരെ ഇങ്ങനെ ഇത് കാണലിടയ്ക്ക് ഈ പബ്ലിക് കേരളരെ ഒരു ജിന്നുമ്മ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ള അത് പബ്ലിക് കേരളയിൽ വന്നപ്പോൾ അത് ഇങ്ങനെ കാണുക കേട്ടാ. ഞാനിപ്പോൾ ഇന്നലെയാണ് അത് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ എന്താ വെച്ചിട്ട് അതൊന്ന് കേൾക്കുകയാണ്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. ഇനി 2 ദിവസമൊന്നും ഞാൻ നാളെയും കൂടി ഇട്ടാൽ എൻ്റെ ഒരു വീഡിയോ വരുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ 2 ദിവസം കഴിയും കേട്ടോ കൂട്ടുകാർ. അപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ. അപ്പം ഇന്ന് ചോറ് റൈസ് കുക്കറിൽ തന്നെ ഞാൻ കുറച്ചാണ്ട് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ കുടിവെള്ളമൊക്കെ കെറ്റലിൽ ആവുന്നുണ്ട്. 2 പാത്രം വെള്ളമായിട്ട് തിളപ്പിക്കും കേട്ടോ രാവിലെ. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി വൈകിട്ട് തിളപ്പിക്കുന്നു മാത്രം. അപ്പോൾ നല്ല കുടിവെള്ളം, പുക അടിക്കാത്തൊക്കെ നല്ല കുടിവെള്ളം. അപ്പോൾ ഈ കെറ്റിൽ നമുക്കൊരു ഒരു ഉപകാരിയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അന്ന് കറിയൊന്നും വെക്കണില്ല കേട്ടാ. കാരണം എന്നാൽ തൈലക്കറി ഉണ്ട്. ഇനി രാത്രി ആകുമ്പോഴേക്കും എന്തെങ്കിലും മുട്ട ഉണ്ടാക്കുകയോ പപ്പടം പൊരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ കേട്ടാ. അപ്പോൾ കറിയുടെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ അയിലക്കറി ഉണ്ട്, അത് കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ ദോശ കഴിച്ചത്. അപ്പം മീൻകറി കൂട്ടിയിട്ട് ഈ അരച്ച ദോശ ഉണ്ടല്ലോ, കലക്കിയ ദോശ എന്നൊക്കെ പറയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ കല്യാണത്തിന് പോകണില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇന്ന് ഞാൻ പല്ലുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ വിചാരിച്ചു. അപ്പോൾ ഓളിപ്പോൾ ഇന്ന് എന്നെ കണ്ടപ്പോൾ ഞാൻ എന്നും ഇവിടെ പോകുമ്പോൾ വായിലടച്ചിടുകയാണ്, വരാതിരിക്കരുതിട്ടാന്നൊക്കെ പറഞ്ഞ്. ഇനി ഞാൻ പറയാത്ത കാരണം വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചിലപ്പം ഞാൻ പോയില്ല വെച്ചെങ്കിൽ ഇങ്ങോട്ടും ഇഞ്ചി വന്നില്ലല്ലോ വിചാരിക്കണ്ട. അപ്പം എന്തായാലും വേണ്ട വെച്ചിട്ട് ഞാൻ പോയിട്ടാ. അപ്പോൾ ഞാൻ സൽമോനോട് ചോദിച്ചു ഈ കല്യാണത്തിന് വരേണ്ടാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ചിലപ്പോഴേ ഇത് ഉണ്ടാവുള്ളൂ എന്ന്. പിന്നെ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ മാറുന്ന സമയത്തോട് വിളിച്ച് ഞാനുണ്ട് എന്നാൽ ഇതേ വായോ വന്നിട്ടാ. അപ്പോൾ പിന്നെ സൽമാനായിട്ടാണ് അങ്ങനെ പോയത്. അങ്ങനെ ദോശയൊക്കെ ഒന്ന് ചുട്ട് ഏട്ടനും ഒക്കെ ചായ ഞാൻ ആദ്യം കൊടുത്തുട്ടാ. പിന്നെ പിന്നെ ഈ ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഗോതമ്പപ്പൊടി ഉണ്ടായിരുന്നിട്ടാ. അതിൽ പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ അത് കലക്കിയിട്ട് അപ്പൂനും ജോലിക്കും ദോശ ഉണ്ടാക്കി. ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നിട്ടാ ബേക്കറിയിൽ നിന്ന് കൊടുന്നെ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് പറയുക കേട്ടാ, ജോലിയുടെ അടുത്തുണ്ട് അത്ര ഒരു ഇതൊക്കെ ഇവിടെ ഉള്ള ബേക്കറിയുടെ അവിടെയൊക്കെ ഉള്ളതാണ്, ഒരു മാസ്ക് ഇട്ട പോലത്തെ ഒരു നായുണ്ട് ജോലിയുടെ അടുത്ത് വന്ന് നിൽക്കണ്, ജോലി അനങ്ങണില്ല എന്നൊക്കെ പറയുക കേട്ടാ. അതെ വന്നാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ ഓടിച്ചെന്നൊക്കെ പറയുക കേട്ടാ ഏട്ടാ വന്നിട്ട്. ചിലപ്പോൾ അതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം എന്തൊക്കെയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടാ ഞാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒക്കെ മേശയും വെച്ചിട്ട് പോയിട്ട മുൻവശത്തേക്ക് ഞാൻ കൊണ്ടുവരും കേട്ടാ. ഇവരൊക്കെ ഞാൻ കൊണ്ടുവരും. ഞാൻ ഇപ്പോൾ ആക്ക് പറഞ്ഞാൽ തെറ്റിക്കുന്ന ആളല്ല. പിന്നെ ഒരാളെ ഞാൻ വരില്ലടി, ഞാൻ ക്യാമറയിൽ വരില്ല എന്നൊക്കെ പറഞ്ഞ ഒരാളെ ഇന്ന് ഞാൻ മുഖം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പം അത് ആരാന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണുക കേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ് എനക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാൽ ഒന്ന് സെക്കൻഡ് നേരം ഒന്ന് എടുത്തോട്ടാ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ആ മതി 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 എന്നിട്ടാ. അപ്പോൾ ആ ആളും ഞാൻ കൊടുന്നു. അപ്പം ഞാൻ കൊണ്ടുവരുമെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ ഞാൻ കൊണ്ടുവരും. ഞാൻ വാക്ക് പറഞ്ഞ് ഞാൻ തെറ്റിച്ചിട്ടില്ല കേട്ടാ ഇതുവരെ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ഓടുമെന്ന് ഇങ്ങനെ മഴവെള്ളം തെറിച്ചിട്ട് അതിൻ്റെ ആ പായൽ പൊടിയൊക്കെ കൂടി ചുമരുമ്മയ്ക്കും ജനൽമയ്ക്കൊക്കെ
ഇങ്ങനെ അടിക്കൂട്ടാ. എന്നിട്ട് അത് ഉണങ്ങിയാൽ ഇങ്ങനെ കറുത്ത കുത്തായിട്ട് ഇങ്ങനെ പൊടി ജനലുമേലും ഒക്കെ. അപ്പം ഒന്ന് മൊത്തത്തിൽ ക്ലീനിങ് ചെയ്തിട്ടാ മാറാലടിക്കലും ഈ ചുമരുമെന്നൊക്കെ ജനലുമെന്നൊക്കെ ഉണങ്ങി പിടിച്ചുള്ള പൊടിയൊക്കെ ഉണങ്ങി കിടക്കുകയാണല്ലോ. അതൊക്കെ ഒന്ന് തട്ടിയിട്ട് തറയൊക്കെ ഒന്ന് അടിച്ച് ഫാനുകൾ ഒക്കെ ഒന്ന് തുടച്ച്. അപ്പം ഇന്ന് നമുക്ക് വേറെ അടുക്കളയിൽ വലിയ പരിപാടിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണല്ലോ അപ്പോൾ ഇതൊക്കെ നടക്കുക. ഇപ്പം എന്തായാലും നാളെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം നമുക്ക് വല്ലാണ്ട് അത് പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഫാനൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ തുടച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി നിന്നിട്ടൊന്നും തുടച്ചെടുക്കണ്ട കേട്ടാ. അപ്പോൾ ഇങ്ങനെ ഒന്നിങ്ങനെ പതുക്കെ അതിനൊന്ന് നിർത്തി കൊടുക്കുക കേട്ടോ, ആ തിരിച്ചിൽ. എന്നിട്ട് അതിൻ്റെ മേലുള്ള പൊടിയൊക്കെ ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് ഫാനൊക്കെ ഇതേപോലെ ഒന്ന് ക്ലീനിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ മേലുള്ള പൊടികളും ഇതൊക്കെ താഴത്തേക്ക് വീണിട്ടാ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് നമ്മൾ പൊടിയൊക്കെ തട്ടിയെടുക്കുകയെന്ന് വെച്ചെങ്കിൽ ഈ നമ്മളെ അലർജി ഉള്ളവർക്കൊക്കെ ഭയങ്കര കംപ്ലൈൻ്റ് ആക്കാൻ പൊടിക്കല്ലും അങ്ങനെയൊക്കെ അടിച്ചൊരിട്ട് എടുത്തിട്ടാണ്. അപ്പോൾ പിന്നെ മോള് തുറക്കുകയും അപ്പം മുളകും മല്ലിയൊക്കെ കഴിഞ്ഞാൽ മല്ലിയൊക്കെ ഉണ്ട് കേട്ടോ, മുളകൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് പോവുകയാണ്. മോളുടെ കല്യാണമൊക്കെ ഉള്ള ഹോളാണ് കേട്ടോ, അരുണോദയം രാഷ്ട്രീയരായിട്ടാ കൂട്ടുകാർക്ക്. സൽമ ഉണ്ട് പറഞ്ഞു, സൽമയുടെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൽമയുടെ പറമ്പിൽ കൂടാൻ പോവട്ടെ. എളുപ്പത്തിന് ചെറുതാറപ്പെട്ട് കേട്ടതായിരുന്നു. രണ്ട് കയ്യിന്റെ നെല്ലത്തേക്ക് വെക്കാനാണ് എനിക്ക് നിക്കണേട്ടാ. അയ്യോ 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 നല്ല ഉണ്ണിയാണ് ഇട്ടാ. എന്നാ പോവുക, ചോറിനുണ്ടേ വന്നിട്ട് കൊടുക്കാം. അങ്ങനെ പിന്നെ ജോലിക്ക് ചോറൊക്കെ വന്നിട്ട് കൊടുക്കാനിട്ട് പിന്നെ അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടാ. അപ്പം സൽമ വാതിലൊക്കെ അടക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു കൺകുളിർക്കണ ഒരു കാഴ്ചട്ടാ. ഈ കറുത്ത പൂച്ച ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ എന്തോ കടിച്ചിട്ട് കൊണ്ടുപോകുക കേട്ടാ. ഒരു കട്ടിപ്പത്തിരി അങ്ങനത്തെ എന്തോ ഒരു സാധനമാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ കുട്ടീനെ വിളിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടാ. ഇവിടെ ഒരു വെറുകേരുണ്ട്, അതിൽ നിന്ന് അതിൻ്റെ കുട്ടി ഇറങ്ങി വന്നിട്ട് അതിന് കൊടുത്തിട്ട് അത് തിന്നണ നോക്കിയിരിക്കുക കേട്ടാ. അതാണ് നമ്മളെ സൽമ. അപ്പോൾ കാണാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ ഇവളൊന്ന് മുഖം കാണാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളി കേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹോളൊന്ന് നിന്നതാണ് കേട്ടാ. അപ്പോൾ ഇതാണ് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ മോളുടെ കല്യാണമുള്ള ഹോള് അരുണോദയം റീജൻസി ട്ടാ, മുക്കാല. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് മോളെ കല്യാണം. അപ്പോൾ ഈ ഹോളിൽ തന്നെയാണ് കേട്ടാ ഇന്നത്തെ കല്യാണം. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു 1 മണിയായിരിക്കണം കേട്ടോ അവിടെ എത്തുമ്പോൾ. നേരെ പിന്നെ ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് പോയേട്ടാ. വലിയ ഹോളാട്ടാ, നല്ല സൗകര്യം, AC ഒക്കെ ഉണ്ട് കേട്ടോ ഹോളൊക്കെ, നല്ല സൗകര്യം ഒക്കെ. അപ്പോൾ താഴെയാണ് ഇത്, താഴെയാണ് കേട്ടോ. ഇതിൻ്റെ മേലെയാണ് ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിക്കാനുള്ള ഇത് മേലെയാണ് കേട്ടോ, 2 നിലയാണ്. അപ്പോൾ ഇവിടുത്തെ സൗണ്ടൊന്നും ഞാൻ കൊടുക്കണില്ല കേട്ടോ, കാരണം പാട്ടൊക്കെ വെച്ചുകൊണ്ട് കോപ്പിറൈറ്റൊക്കെ കിട്ടും എന്തായാലും. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ സൽമയും ബിരിയാണിയൊന്നും തിന്നില്ല കേട്ടോ, ഓളും വെറും ചോറാണ് കഴിച്ചത്. അപ്പോൾ വെറും ചോറുണ്ട്, ഉണക്കച്ചെമ്മീൻ്റെ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കറിയുണ്ട്, കേബേജ് ഉണ്ട്, ഒരു അവിയൽ ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ എന്തോ ഒരു മീൻ വറുത്തുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ സലാഡും മറ്റേ മുളകച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ ഇതാണ് മേലെ കേട്ടോ, ആദ്യത്തെ നില, അതിൻ്റെ മേലെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, അവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാനുള്ള ഇത് കേട്ടോ, 8 അടിയത്തെ മേലെ. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒക്കെ ഒരു കൂട്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. വലിയ എത്രയോ ആളുകൾക്ക് ഒരു ട്രിപ്പിലൊക്കെ ഇരിക്കുക കേട്ടോ, അങ്ങനത്തെ സൗകര്യമാണ് ഇവിടെ. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ കല്യാണത്തിന് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം.